ഹായ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അർമാൻഡോ ബോക്സിംഗ് സീരീസ്. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വൈ ബോക്സിംഗ്, എന്തിന് ബോക്സിംഗ്. മറ്റ് ആയോധന വിദ്യകൾ അല്ലെങ്കിൽ മറ്റ് മാർഷ്യൽ ആർട്സിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ബോക്സിംഗ് ആണ്. നമുക്ക് വിരലിൽ എണ്ണാവുന്ന മൂവ്മെൻറ്റ്സേ ബോക്സിങ്ങിലുള്ളൂ. പക്ഷെ അത് എവിടെ ഏത് സിനാരിയോയിൽ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് ബോക്സിങ്ങിൽ സമയം ആവശ്യമായിട്ടുള്ളത്. മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഹൈ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മാസം കൊണ്ട് വേണമെങ്കിലും ബോക്സിങ്ങിലെ എല്ലാ മൂവ്മെൻറ്റ്സും പഠിക്കാം. ജാബ്, ക്രോസ്, ഹുക്ക്, ഫുട് വർക്ക്, പിവോട്ട്, സ്ലിപ്പ്, പാരി എന്നെല്ലാം പറയുന്ന എല്ലാ മൂവ്മെൻറ്റ്സും നിങ്ങൾക്ക് മാക്സിമം 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിയും. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനാണ് ബോക്സിങ്ങിൽ ടൈം. എന്നാൽ മറ്റു മാർഷ്യൽ ആർട്സിനെ അപേക്ഷിച്ച് പഠിക്കേണ്ട മൂവ്മെൻറ്റ്സിൻ്റെ എണ്ണം കുറവും പഠിക്കാൻ എളുപ്പവുമാണ്. ടൈം പീരീഡ് വളരെ കുറവ് മതി. ഇപ്പം ഞാനൊരു കമ്പാരിസൺ, ഞാനിപ്പോൾ ഒരു കരാട്ടെ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നു. കരാട്ടെ നിങ്ങൾ ഓരോ ലെവലിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു, അതിന് ഓരോ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കേഷന് നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഫീ അടയ്ക്കണം. അതൊരു കുറച്ചധികം നമുക്കൊരു ടൈം പീരീഡിൽ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇത്ര കാലങ്ങൾ അല്ലെങ്കിൽ ഇത്ര ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞാൽ അടുത്ത ഒരു ബെൽറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ബോക്സിങ് അങ്ങനെയല്ല. നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട് പഠിക്കുന്നോ നിങ്ങൾക്ക് ഫൈറ്റിന് ഇറങ്ങാം, നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ ഇറങ്ങാം. ഇനി ഇപ്പം നിങ്ങൾ ചെറുപ്പത്തിലെ നിങ്ങൾ ബോക്സിങ് പഠിക്കാൻ പോയി, അവിടെ നിങ്ങൾക്ക് ഫിറ്റ്നസ്സായിട്ട്, അതായത് നിങ്ങളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ബോക്സിങ് മതി. ബോക്സിങ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരുപാട് എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ബെയർ ഹാൻഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാം. ചെറിയൊരു 2 മീറ്റർ വീതിയും നീളത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാം. ചുരുങ്ങിയ സ്പേസിൽ നിങ്ങൾക്ക് എവിടെ നിന്നും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്കില്ലിനെ പോളിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ബോക്സിങ്ങിൽ സാധിക്കും. എന്നാൽ മറ്റുള്ളത് അങ്ങനെയാണെന്നില്ല. ഇത് ജനറലി പറയുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്നെ ആരും ഞാൻ എല്ലാ മാർഷ്യൽ ആർട്സിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്നാൽ എനിക്ക് തോന്നിയ ചില പോസിറ്റീവ് കാര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഞാനൊന്നും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശരി, ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു, ചെറുപ്പത്തിലേ പഠിച്ചാൽ നിങ്ങളുടെ ഫിറ്റ്നസ്സും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാം. കൂടാതെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും എല്ലാം ഇതിൻ്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാനും നിങ്ങളുടെ തുടർ പഠനത്തിനൊരു സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാനും നിങ്ങൾക്കുള്ള ഇത് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ടൈം പീരീഡ് ഇത് പഠിക്കാൻ വേണ്ടാത്തതിനാൽ ഇപ്പോൾ സ്കിൽഡ് പേഴ്സണാണ്. ചില പിള്ളേരുണ്ട്, പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും, അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഓരോ വെയ്റ്റ് കാറ്റഗറിയും അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിൽ ഇന്ന ഒരു കാറ്റഗറിയിലായതുകൊണ്ട് ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കൂടെ ഒപ്പണൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മത്സരം കുറച്ചുകൂടെ എളുപ്പമായിട്ടും വരും. അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കിയിട്ടുള്ളൊരു സ്റ്റഡി നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്ക് എത്തി, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ കോമ്പറ്റീഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു പ്രൈസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വിജയം കൈവരിച്ചാൽ ഒരുപാട് ജോലികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫൻസിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ ബോക്സിംഗ് വെച്ച് കയറാൻ പറ്റും. ആൻഡ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് ജോലികൾ ഈ സ്പോർട്സ് കോട്ടയിൽ കയറാൻ പറ്റുന്നതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോക്സിംഗ് ഉപയോഗിച്ച് കിട്ടുന്നതാണ്. ഇനി ബോക്സിംഗ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ്, ചില ആൾക്കാർക്ക് വെയിറ്റ് കൂടുതലായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഫിറ്റ് ആവാൻ ബോക്സിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ടും വെയിറ്റ് കുറയ്ക്കാം. നിങ്ങൾക്ക് ചുമ്മാ നടക്കാൻ പോവാം, ഓടാൻ പോവാം, വാട്ടവർ നീന്താൻ പോവാം. ഒരുപാട് ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഫിറ്റ് ആവാൻ സാധിക്കും.
എന്നാൽ ഏതു പ്രായത്തിലും നിങ്ങളുടെ ലോവർ ബോഡി അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി നോർമലി വേറെ ഇഞ്ചുറീസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ആംഗിൾ ഇഞ്ചുറി, നീ ഇഞ്ചുറീസ് തുടങ്ങിയ ഇഞ്ചുറീസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രായത്തിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാർഷൽ ആർട്സ് ആണ് ബോക്സിങ്. അപ്പോൾ ഒരു 30 വയസ്സ്, 35 വയസ്സ്, ഇനി 40 വയസ്സ്, ഇനി എബോവ് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോക്സിങ് പഠിച്ചെടുക്കാം. ഈ പഠിച്ചെടുക്കുന്നതിലൂടെ നിങ്ങളവിടെ ഫിറ്റ്നസ്, നിങ്ങളുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റി, കൂടാതെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരികയാണ്. നിങ്ങളൊരു ബോക്സിങ് പഠിക്കാൻ പോകുന്നതിലൂടെ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സാധാരണ ആളുടെ പഞ്ചിൻ്റെ പവർ. നമ്മൾ ഒരുപാട് സിനിമകളും കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. അതിൽ നായകന്മാർ ഒരുപാട് ഫൈറ്റ് സീനുകൾ, എന്നാൽ ഇൻ റിയൽ ലൈഫിൽ അത്രയൊന്നും പവർ എന്തില്ല. ഒരു കോമൺ ഒരു ഇതൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്ട്, നമ്മളൊരു പ്രൊഫഷണലി ഈ മാർഷൽ ആർട്സ് പഠിക്കാത്ത ഒരാൾക്ക് ഇത്രയും പവറിൽ അല്ലെങ്കിൽ അവർക്ക് പഞ്ച് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് വരുന്ന പഞ്ച് ചെയ്യാൻ പോലും കഴിയില്ല. നമ്മുടെ ബോഡി എത്രത്തോളം വീക്കാന്നുള്ള കാര്യം നിങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക. എന്നാൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി ഒരു മാസം കഴിയുമ്പം അതിൽ വരുന്ന ഡെവലപ്മെൻറ്റ്, ഇപ്പം നിങ്ങൾ നല്ലൊരു സെൻറ്ററിൽ പോയി നിങ്ങൾക്ക് പഠിച്ച് നിങ്ങളുടെ പ്രോഗ്രസ് കാണുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രസ് നിങ്ങളിൽ എന്തുണ്ടാക്കും, നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കും. മെൻ്റലി ഉണ്ടാക്കും, ഫിസിക്കലി ഉണ്ടാക്കും. ആൻഡ് നിങ്ങളുടെ ഫോക്കസ്, ഒരുപാട് രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളെക്കൊണ്ട് പറ്റും, എനിക്ക് ഇനിയും മുന്നേറാൻ പറ്റും, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കോൺഫിഡൻസാണ്. ഇത്തരത്തിലുള്ള നല്ല ചില ആൾക്കാരുടെ ലൈഫ് തന്നെ ബോക്സിങ് മാറ്റിയിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ടും ഉണ്ട്, പോസിറ്റീവായിട്ടും ഉണ്ട്. ഏത് മാർഷൽ ആർട്സിനും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളുണ്ട്. നിങ്ങൾ സ്പാർ ചെയ്യുന്ന സമയത്ത് അസ്ഥാനത്ത് ചില പഞ്ചുകൾ വന്നാൽ അത് മതി നമ്മുടെ ജീവിതം പോകാൻ. എന്നാൽ അത് തന്നെ അയാളുടെ ലൈഫിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐ മീൻ ബോക്സിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് തന്നെ അതിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് മത്സരത്തിൽ പങ്കെടുത്ത് ലൈഫിൽ നല്ല രീതിയിൽ ഉയർന്ന നിലയിലെത്തിയ ആൾക്കാർ നമുക്കെന്ത് കാണാൻ പറ്റും. എന്നാൽ ഒറ്റയടിക്ക് താഴെ പോയ ആൾക്കാരും ഉണ്ട്. രണ്ട് വശവും ഏത് കാര്യത്തിനും ഉണ്ടാവും. ഇപ്പം പറഞ്ഞു വന്നത് എന്തിന് ബോക്സിങ് പഠിക്കണം എന്നുള്ളതാണ്. നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്നസ്, ഫ്യൂച്ചർ സെക്യൂരിറ്റി, കോൺഫിഡൻസ് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ ഒരു ആയോധന വിദ്യ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് ഉള്ളത് വളരെ നല്ല കാര്യമാണ്. അത് നമ്മുടെ സ്വന്തം കോൺഫിഡൻസും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസും ഇന്നത്തെ കാലത്ത് കൂടും. കാരണം ഒരു കഴിവുള്ള ഒരാളുടെ കൂടെയാണ് പോകുന്നത്. ശരിക്കും നമുക്ക് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളെല്ലാം എന്തുണ്ട് ഇന്ന് നമ്മൾ കാണാറുണ്ട്. അനാവശ്യമായിട്ട്, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ അനാവശ്യമായിട്ട് റോഡിലാണ് അവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നത്. അവർക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ഉണ്ടെങ്കിൽ അവരെ കറക്റ്റായിട്ടൊരു നല്ലൊരു ഗൈഡൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അവരുടെ അഗ്രഷൻ അവർക്ക് റിങ്ങിൽ തീർക്കാം. ആ റിങ്ങിൽ അവർ വിജയിച്ചാൽ അവർക്ക് അതിനുള്ള പ്രൈസും കിട്ടും. സോ അവർക്ക് അങ്ങനത്തെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ശൈലി നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരുപാട് മെച്ചങ്ങൾ ബോക്സിങ്ങിലുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. എളുപ്പമാണ്. ആൻഡ് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് വരുന്നു, ഒരു തവണ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന മാറ്റം നിങ്ങൾ ഏവരും ഇഷ്ടപ്പെടും.